തനിക്ക് റോളില്ലെന്ന് മനസ്സിലാക്കി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും മുൻപേ സ്ഥലം വിട്ട ചെന്നിത്തല ഭരണം വേണ്ടെന്ന് പറഞ്ഞാലും ഭരിക്കണം അണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കസേര താലത്തിൽ കൊണ്ടുവന്ന പിണറായിക്ക് കൈമാറുന്ന കെ.സി. വേണുഗോപാൽ. 2026 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ജയിച്ചാൽ കെ.സി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും. സ്വന്തം ഗ്രൂപ്പിലുള്ള MLA-മാർ കെ.സിയെ പിന്തുണയ്ക്കും. പിന്നീട് ആലപ്പുഴ ജില്ലയിൽ നിന്നും ജനവിധി തേടും. ഇക്കാര്യം VD-യും RC-യും മനസ്സിലാക്കി കഴിഞ്ഞു. സ്ഥാനാർത്ഥിയാകുമെന്ന നേതാക്കളുടെ ഉറപ്പിൽ ഫ്ലക്സും പോസ്റ്ററുകളും തയ്യാറാക്കിയ കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കന് സീറ്റ് ലഭിച്ചില്ല. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ജോസഫ് വാഴക്കലിന് തയ്യാറെടുപ്പ് നടത്തിയത്. 1.5 ലക്ഷം പോസ്റ്ററും 2500 ഫ്ലക്സ് ബോർഡുകളുമാണ് തയ്യാറാക്കിയത്. ഏറ്റുമാനൂരിൽ ഒറ്റപ്പേരെന്ന നേതാക്കൾ പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഫ്ലക്സും പോസ്റ്ററും തയ്യാറാക്കിയതെന്നും സീറ്റ് കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. തുടക്കം മുതൽ തന്റെ പേരായിരുന്നു സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. ഇക്കാര്യം തന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. പ്രവർത്തനം തുടങ്ങാനും പോസ്റ്ററുകളും ഫ്ലക്സും പ്രിന്റ് ചെയ്യാനും പറഞ്ഞു. അതുകൊണ്ടാണ് വൻതുക ചെലവഴിച്ച പോസ്റ്ററുകൾ പുറത്തിറക്കിയത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എന്താണ് എന്റെ അയോഗ്യതയെന്നും അറിയില്ല. വിഷമമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരക്ഷരം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇനി പറയുകയുമില്ല. പാർട്ടി എനിക്ക് അമ്മയെ പോലെയാണ്. ഏറ്റുമാനൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ജോസഫ് വാഴക്കൽ പറഞ്ഞു. അതേസമയം പ്രഖ്യാപനത്തിന് മുൻപേ പോസ്റ്റർ അടിക്കുന്നത് സമ്മർദ്ദതന്ത്രമാണ് എന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. അതുകൊണ്ട് കാര്യമില്ല, തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. ഈ സംഭവത്തിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത് വ്യക്തമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ കെ.സി. വേണുഗോപാലിന് മാത്രം നേട്ടമുണ്ടായി എന്ന് ഒറ്റവരിയിൽ പറയാം. സീറ്റ് ലഭിച്ചവരിൽ കൂടുതൽ പേരും കെ.സിയോടൊപ്പം നിൽക്കുന്നവരാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റിൽ 3-1 കെ.സിക്കൊപ്പം നിൽക്കുന്നവരാണ്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അധികാര സമവാക്യം മാറിമറിഞ്ഞപ്പോൾ ഒരു ദശാബ്ദത്തോളം അപ്രമാദിത്വം ഉണ്ടായിരുന്നത് എ ഗ്രൂപ്പിനായിരുന്നു. പഴയ എ ഗ്രൂപ്പുകാരും ഐ ഗ്രൂപ്പുകാരുമായ പല നേതാക്കളും ഇപ്പോൾ കെ.സി പക്ഷത്താണ്. അംഗബലത്തിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് എ ഗ്രൂപ്പാണ്. 21 പേർ എ ഗ്രൂപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. വിശാല ഐ ഗ്രൂപ്പ് ശോഷിച്ചതോടുകൂടി ചെന്നിത്തല അനുയായികളായ നിൽക്കുന്നവർ 16 സ്ഥാനാർത്ഥികളുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് വിശ്വസ്തരായ 8 പേരും കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടുന്നുണ്ട്. തൃശൂർ ജില്ലയിലാണ് കെ.സി. വേണുഗോപാലിനോട് അടുപ്പമുള്ളവർ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ആണ് കെ.സി. ഗ്രൂപ്പിൽപ്പെട്ടവർ ജനവിധി തേടുന്നത്. ഇതിൽ 3 മണ്ഡലങ്ങൾ കോൺഗ്രസ് എ ക്ലാസ് മണ്ഡലമായി കരുതുന്നതാണ്. കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ കെ.സി. ഗ്രൂപ്പിലെ 3 വീതം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. മലപ്പുറം, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ 2 വീതം സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. എറണാകുളം ജില്ലയിലാണ് സ്ഥാനാർത്ഥികളിൽ കെ.സി. പക്ഷക്കാർ കുറവുള്ളത്. പ്രത്യക്ഷത്തിൽ കെ.സി. ഗ്രൂപ്പിന്റെ ഭാഗമായി ഒരു ജനപ്രതിനിധി മാത്രമാണ് ജില്ലയിൽ വീണ്ടും ജനവിധി തേടുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ശിഥിലമായ എ ഗ്രൂപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗുണം ലഭിച്ചിരിക്കുന്നത്. നിലവിൽ നേതൃത്വമില്ലാത്ത എ ഗ്രൂപ്പിന്റെ ഭാഗമായ 21 പേരാണ് തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. പഴയ എ ഗ്രൂപ്പിലെ നേതാക്കളായ ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ ശ്രമഫലമായിട്ടാണ് ഇവരിൽ പലർക്കും സീറ്റ് ലഭിച്ചത്. എറണാകുളം ജില്ലയിലാണ് എ ഗ്രൂപ്പിന് ഏറ്റവും അധികം പ്രാതിനിധ്യം ലഭിച്ചത്. 5 എ ഗ്രൂപ്പുകാരാണ് ഇവിടെ ജനവിധി തേടുന്നത്. തിരുവനന്തപുരത്തും തൃശൂരിലും 3 വീതം എ ഗ്രൂപ്പുകാരാണ് മത്സരിക്കുന്നത്. കോഴിക്കോട്, കൊല്ലം എന്നീ ജില്ലകളിൽ 2 എ ഗ്രൂപ്പുകാർ മത്സരിക്കുന്നു. കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ എ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾ ജനവിധി തേടുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഗ്രൂപ്പിന് കൃത്യമായ ഒരു നായകനില്ലാത്തതിനാൽ ഇതിൽ പലരും ഭാവിയിൽ കെ.സിക്കൊപ്പം ചേർന്നാൽ അത്ഭുതപ്പെടാനില്ലെന്നാണ് മറ്റ് ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത്. രമേശ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ ശക്തമായ പലർക്കും ഇത്തവണ സീറ്റ് ലഭിച്ചില്ല. ജോസഫ് വാഴക്കൻ, ബാബു പ്രസാദ്, N. സുബ്രഹ്മണ്യൻ തുടങ്ങി രമേശിന്റെ വിശ്വസ്തരിൽ പലരും അവസാന നിമിഷം പട്ടികയിൽ നിന്ന് വെട്ടി നീക്കിയവരാണ്. എന്നാൽ അന്തിമ കണക്ക് എടുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്ന 16 പേർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. വയനാട്, പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകാർ മത്സരിക്കുന്നത്. 2 വീതം പേർ കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നവർ ഓരോ സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. VD സതീശനോട് ഒപ്പം ഉറച്ചു നിൽക്കുന്ന 8 പേരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. തിരുവനന്തപുരം, എറണാകുളം ജില്ലയിൽ VD സതീശൻ ഗ്രൂപ്പിൽപ്പെട്ട 2 പേർ വീതമാണ് മത്സരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത 9 പേരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത്. MP-മാർക്ക് സീറ്റ് നിഷേധിച്ചുവെങ്കിലും പല MP-മാരും പറഞ്ഞ പേരുകൾ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്.
കെ സുധാകരൻ നിർദ്ദേശിച്ച KP ഷാജുവാണ് തലശ്ശേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അടൂർ പ്രകാശൻ നിർദ്ദേശിച്ച രമ്യ ഹരിദാസ്, മീനാങ്കൽ കുമാർ, ശാന്തകുമാർ എന്നിവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. ആന്റണി നിർദ്ദേശിച്ച രണ്ടുപേരും, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ എന്നിവർ നിർദ്ദേശിച്ച ഓരോ പേരുകളും പട്ടികയിൽ ഇടം പിടിച്ചു. അതായത് കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാനുള്ള വഴിയൊരുക്കലാണ് നടക്കുന്നത്. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന രീതിയാണ് കോൺഗ്രസിനുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള KC വേണുഗോപാലിന്റെ പിടിവാശിക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ രാഹുൽ ഗാന്ധിയും വിയർത്തു. കെ സുധാകരൻ ലിസ്റ്റിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന നീക്കവും പല മണ്ഡലങ്ങളിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള കൂട്ടത്തല്ലും രാഹുൽ ഗാന്ധിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. കണ്ണൂർ സീറ്റിന് വേണ്ടി സുധാകരനും കോന്നി സീറ്റിന് വേണ്ടി അടൂർ പ്രകാശും നടത്തുന്ന പിടിവലിയാണ് തലവേദനയായത്. കൊച്ചിയിൽ ഷിയാസിനും ദീപ്തി മേരി വർഗീസിനും വേണ്ടി പ്രവർത്തകർ പരസ്യമായി രംഗത്തിറങ്ങിയതും പ്രശ്നമായി. ഇതിനു പുറമെ മറ്റു പല മണ്ഡലങ്ങളിലും ഒറ്റപ്പേരിലെത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല. കോൺഗ്രസ് ഈ ഗ്രൂപ്പ് വഴക്കിന് മുൻപും ഇത്തവണയും തകർന്നടിയുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കെ സുധാകരനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ MP-മാരായിരിക്കുന്നവർക്ക് നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ്. എന്നാൽ KC വേണുഗോപാലിന് മാത്രം സീറ്റ് നൽകുക എന്ന തന്ത്രം സുധാകരന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ പൊളിയുകയായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിൽ പേയ്മെന്റ് സീറ്റുകൾ ഉണ്ടെന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പിഷാരടിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് ഷാഫി പറമ്പിലിന് വേണ്ടിയാണെന്ന വിമർശനവും ശക്തമാണ്. ഇത് ജയിക്കാൻ വേണ്ടിയല്ല, ഉന്നതനായ ഏതോ ഒരാളെ തൃപ്തിപ്പെടുത്താനാണെന്നും പറയപ്പെടുന്നു. രമേശ് പിഷാരടിയുടെ ഡീലിന് പിന്നിൽ എന്തോ വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. മോദി അധികാരത്തിലേറി കഴിഞ്ഞ 12 വർഷത്തോളമായി കേന്ദ്രത്തിലും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലും അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇവിടെയും വൻതുക വാങ്ങി സീറ്റുകൾ വിൽക്കുന്നതായി ആരോപണം ഉയരുന്നുണ്ട്. ഖജനാവ് കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നേതാക്കൾക്ക് ഇങ്ങനെയൊക്കെ അല്ലാതെ പണമുണ്ടാക്കാൻ വേറെ വഴിയില്ലെന്ന് വന്നിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ കണ്ടുവരുന്ന പ്രവണതയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ വൻതുക വാങ്ങി കോൺഗ്രസ് നേതാക്കൾ സീറ്റുകൾ വിറ്റതായി പറയുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും പ്രതീക്ഷിച്ചവരല്ല കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയായി വന്നവരിൽ പലരും. ഇതൊക്കെ പേയ്മെന്റ് സീറ്റാണ് എന്നും പറയപ്പെടുന്നു. കോൺഗ്രസിൽ ശക്തിപ്പെടുന്നിരുന്ന ഗ്രൂപ്പുകളുടെ പോരാട്ടം തുടരുകയാണ്. കെ സുധാകരനും VD സതീശനും KC വേണുഗോപാലും ഉൾപ്പെടെ ഈ ത്രയത്തിലുണ്ട്. ഗ്രൂപ്പുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് KC വേണുഗോപാലിനെയാണ്. തലമുറ മാറ്റം എന്ന പേരിൽ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ എല്ലാം KC വേണുഗോപാൽ ആണ് എന്ന് ഇവർ കരുതുന്നു. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു പുറമെ ഇപ്പോൾ DCC അധ്യക്ഷ നിയമനത്തിലും ഇത് വളരെ പ്രകടമായി. ഭൂരിഭാഗം ജില്ലകളിലും നിയമിക്കപ്പെട്ടത് KC വേണുഗോപാലിന്റെ നോമിനികളെയാണ്. AI ഗ്രൂപ്പ് നേതൃത്വങ്ങളെ പ്രകോപനം കൊള്ളിക്കുന്നതും പ്രധാനമായും ഇതുതന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് മേലെയുള്ള സ്വാധീനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്താൻ KC വേണുഗോപാൽ ശ്രമിക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി സ്വന്തം സംസ്ഥാനത്തെ ചർച്ചകളിൽ ഇടപെടാറില്ല എന്നതാണ് പതിവ്. പക്ഷേ KC വേണുഗോപാൽ കേരളത്തിലെ പുനർസംഘടനാ ചർച്ചകളിൽ സജീവമായി ഇടപെട്ടു. ഹൈക്കമാൻഡിന് ലിസ്റ്റ് കൈമാറും മുമ്പ് VD സതീശനും K സുധാകരനും KC വേണുഗോപാലും പ്രത്യേകം ചർച്ച നടത്തി.